ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബീസ് ടെക്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. 50 രൂപ വെച്ച് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 50 രൂപ വെച്ച് അൺലിമിറ്റഡ് ആയി റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 രൂപ എന്ന് വെച്ചാൽ നമ്മൾ 50 രൂപ ആഡ് ചെയ്ത് നമുക്ക് 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് 50 രൂപ കിട്ടുന്ന ഒരു ട്രിക്കാണ്, ആമസോണിൻ്റെ ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് എത്ര കാലം വർക്കാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഓഫർ, അതായത് ഈ ആമസോണിൻ്റെ ഓഫർ ഈ മാസം ലാസ്റ്റ് വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗിച്ച് ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് റീചാർജ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും അവിടെ കാണുന്ന ചുവന്ന ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ആമസോണിൻ്റെ സൈറ്റ് ഇതിൽ ക്രോം ബ്രൗസറിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ബ്രൗസർ ഡാറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് എടുത്തതിന് ശേഷം ഇവിടെ ഇതെല്ലാം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ക്ലിയർ എന്ന് കൊടുക്കുക. ഇവിടെ ആമസോണിൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ടിക്ക് ബട്ടൺ കൊടുത്തതിന് ശേഷം ക്ലിയർ എന്ന് കൊടുക്കുക. ക്ലിയർ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ബാറിൽ പോയതിനു ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക amazon.com അല്ലെങ്കിൽ ആമസോൺ എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആമസോൺ എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് amazon.co.in ഹോം എന്ന പേജ് ഫസ്റ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് ഇവിടെ അടിയിലായിട്ട് കാണാൻ സാധിക്കും സൈനപ്പ് എന്ന ഒരു കാണാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കുന്നതാണ്. ലാംഗ്വേജ് നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ സൈനപ്പ് ആയിട്ടാണ് അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സൈനപ്പ് എന്ന് കാണാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പറും ഒരു പാസ്വേഡും കൊടുക്കുക. പിന്നെ എന്ത് കൊടുക്കുക വെച്ചാൽ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു പാസ്വേഡ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഓപ്ഷനാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് കൊടുക്കേണ്ടതില്ല, ഞാൻ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തതിന് ശേഷം വെരിഫൈ ടു മൊബൈൽ നമ്പർ എന്ന് കാണാൻ സജസ്റ്റ് യെല്ലോ ബോക്സിലായിട്ട് വെരിഫൈ എന്ന് കാണാൻ സജസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലോട്ട് ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ മൊബൈൽ റീചാർജ് എന്ന് കാണാൻ സജസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 50 രൂപയുടെ റീചാർജ് ഓഫറാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ 50 രൂപ ഫ്രീ ആയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അൺലിമിറ്റഡ് ആയി 50 രൂപ റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഓപ്പറേറ്ററും നമ്മുടെ എൻ്റർ യുവർ എമൗണ്ട്, അതായത് പ്ലാൻ എമൗണ്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജിയോ നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ജിയോ നമ്പർ വെച്ച് എൻ്റർ ചെയ്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിയോ നമ്പർ കൊടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ജിയോ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ അതിലോട്ട് റീചാർജ് ചെയ്യുമ്പോൾ ആ പൈസ വെച്ച് കൂട്ടി പോയി നമുക്ക് 50 രൂപ വെച്ച് ആഡ് ചെയ്ത് വെച്ച് നമുക്കൊരു വലിയൊരു പ്ലാൻ, അൺലിമിറ്റഡ് പ്ലാൻ റീചാർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ നമ്പർസ്, അതായത് മറ്റേ സിമ്മുകളാണെങ്കിൽ, അതായത് വഡാഫോൺ, എയർടെലൊക്കെ ആണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്ത വാലിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പൈസ നമുക്ക് ഫോം വിളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ജിയോയിൽ റീചാർജ് ചെയ്യാണ്. ജിയോയിൽ റീചാർജ് ചെയ്ത് നമുക്ക് ഒരു 148 രൂപ റീചാർജ് ചെയ്ത് ആയാൽ ഉടൻ തന്നെ നമുക്ക് ആ പൈസ അതായത് ആ പൈസ നമുക്ക് ഒരു അൺലിമിറ്റഡ് ബാക്കാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഓഫർ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ മാസം 31 വരെയാണ് ഓഫർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് റീചാർജ് ചെയ്യാണ്. ഉദാഹരണം ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഇവിടെ 50 സെലക്ട് ചെയ്തു. 50 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ടു പേ 50 എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ യെല്ലോ ബോക്സിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളോട് ഇവിടെ ഇതുപോലത്തെ ലോഡായിട്ട് വരുന്നതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം സൂം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ UPI ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചു. UPI രണ്ടാമതായി കാണാൻ സാധിക്കുന്നതാണ് UPI എന്ന ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. UPI എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു UPI ID ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും Paytm അക്കൗണ്ട് ആവുന്നതാണ്. അപ്പോൾ Paytm UPI ID എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും @Paytm എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് Paytm UPI ID ഒക്കെ ആവുന്നതാണ്. അപ്പോൾ ഞാൻ Paytm UPI ID ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറും @Paytm എന്ന് കൊടുത്താൽ Paytm UPI ആവുന്നതാണ്. അതിനുശേഷം Paytm UPI എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പറും നമ്മുടെ വാലിഡിറ്റി, നമ്മുടെ പിൻകോഡ്, നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കുന്നതാണ്. ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസ് ദിസ് അഡ്രസ്സ് എന്ന് ജസ്റ്റ് കാണാൻ വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്
പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ എന്ന് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. അടിയിലായിട്ട് യെല്ലോ ഐക്കണിൽ എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ യു പി ഐയിലോട്ടൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞാൻ എൻ്റെ പേ ടി എം യു പി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേ ടി എം യു പി ഐയിലോട്ടൊരു നോട്ടിഫിക്കേഷൻ വരുന്നിട്ടുണ്ടാവും എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മെസ്സേജ് ആയിട്ട് പിന്നെ പേ ടി എമ്മിലും വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പേ ടി എം യു പി ഐ ഡിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ പേ ടി എമ്മിലോട്ട് റീഡാറ്റ എന്നാണ്. പേ ടി എമ്മിലോട്ട് പോയതിന് ശേഷം ഇവിടെ പേ എന്ന് കാണാൻ സാധിച്ച് കൊടുക്കുക. പേ എന്ന് കൊടുത്തതിന് ശേഷം നമ്മോട് പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്കോഡ് എൻ്റർ ചെയ്ത ശേഷം പ്രൊസീജിയർ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു 50 രൂപ നിങ്ങളുടെ പേ ടി എം യു പി ഐയിൽ നിന്ന്, അതായത് നിങ്ങളുടെ പേ ടി എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ പേ ടി എമ്മിൽ 50 രൂപ പോയിട്ടുണ്ട്. പേ ടി എമ്മിൽ നിന്ന് 50 രൂപ പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഓർഡർ സക്സസ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു 50 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ആമസോൺ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. 4ാമതായിട്ടുള്ള ആമസോൺ പേ എന്ന ഓപ്ഷന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആമസോൺ പേ ബാലൻസ് 0 ആണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഒരു മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ടൈം ചെക്ക് ആവുന്നതാണ്. മുകളിലായി ടൈമുണ്ട് എൻ്റെ. അപ്പോൾ ഞാനൊരു 48-ലൊക്കെയാണ് 8:48 ഇത് രജിസ്റ്റർ, അതായത് നമ്മൾ അക്കൗണ്ടിലോട്ട് പൈസ ആഡ് ചെയ്ത് റീചാർജ് ചെയ്ത് ഒരു 50 ആയപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ബാക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ പൈസ ഞാൻ റീചാർജ് ചെയ്ത് കളയാണ്. അപ്പോൾ ആ പൈസ നമുക്ക് വേണമെങ്കിൽ പേ ടി എമ്മിലോട്ട് അങ്ങനെ മാറ്റാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ആ പൈസ നമുക്ക് നേരെ പേ ടി എമ്മിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ആ പൈസ കൊണ്ട് റീചാർജ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെയാണ് നമുക്ക് ഈ 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടി 50 രൂപ വീണ്ടും പേ ടി എമ്മിലോട്ട് മാറ്റാം. വീണ്ടും നമുക്ക് ആ പൈസ ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാം. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡായി ഫ്രീ ആയിട്ട് 50 രൂപ വെച്ച് അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നമ്പർ വെച്ച് തന്നെ നമുക്ക് ഇനിയും അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് ഞാൻ ഈ 50 രൂപ ഒന്നും കൂടി റീചാർജ് ചെയ്ത് കണ്ട് കളയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 2 തവണ ഞാൻ 50 രൂപ വെച്ച് റീചാർജ് ചെയ്തു. ഒന്ന് ക്യാഷ് ബാക്ക് കിട്ടിയ പൈസയും ഒന്ന് ആഡ് ചെയ്ത പൈസയുമാണ്. അപ്പോൾ നമുക്ക് 2 തവണ റീചാർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തവണ റീചാർജ് ചെയ്ത് ക്യാഷ് ബാക്ക് കിട്ടിയ പൈസ നമുക്ക് പേ ടി എമ്മിലോട്ട് തന്നെ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് പേ ടി എമ്മിലോട്ട് മാറ്റിയൊക്കെ കളിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ 2 തവണയും പേ ടി എമ്മിൽ നിന്ന് റീചാർജ് ചെയ്ത് ഒന്ന് പേ ടി എമ്മിൽ നിന്ന് ആഡ് ചെയ്ത പൈസയും മറ്റേത് നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടിയ പൈസയും കൊണ്ട് ഞാനിപ്പോൾ ടോട്ടൽ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. ഞാൻ 50 രൂപ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 50 രൂപ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഈ നമ്പർ വെച്ച് ഇനിയും നമുക്ക് അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ റൗണ്ട് ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് സെറ്റിംഗ്സിൽ ലോഗിൻ ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് നമ്പർ എന്ന് കാണാൻ സാധിച്ചു. രണ്ടാമതായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് അതായത് നമ്മളിവിടെ നമ്മുടെ പുതിയ നമ്പർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷന് സഹായം വരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ സെക്കൻഡ് ലൈൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതാണ് ആപ്ലിക്കേഷന് സെക്കൻഡ് ലൈന്. അതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. സെക്കൻഡ് ലൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് കിട്ടുക. അവിടെ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അതിനുശേഷം @gmail.com എന്ന് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡിയും പിന്നെ ഒരു നമ്പറും കൊടുക്കുകയാണ്. നമ്പറും കൊടുത്ത് എന്തെങ്കിലും @gmail.com എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്തെങ്കിലും ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അവർ ഗ്രീൻ ഐക്കണിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഗ്രീൻ ഐക്കണിലുള്ള ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഒരു ക്യാപ്ച ഓപ്ഷൻ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ എന്ന് കൊടുത്തപ്പോൾ റീക്യാപ്ച ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റീക്യാപ്ച ഓപ്ഷൻ വന്നിട്ടൊന്ന് ജസ്റ്റ് റൗണ്ട് ആയിട്ടൊന്ന് പോകുന്നതാണ്. പോയതിന് ശേഷം നമ്മളെ ഇവിടെ ഒക്കെ സ്കിപ്പ് കൊടുക്കുക. ഡോൺ ലൊക്കേഷൻ സ്കിപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഏരിയ കോഡ് വയ്ക്കും 215 221 എന്തെങ്കിലും 221 അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കുക. അതിനുശേഷം ഫ്രീ ഇവിടെ കുറേ ഒരു നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്താൽ നമ്മൾ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ടാവും. അക്കൗണ്ട് റെഡി ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നു. വെയിറ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ നമ്പർ ഒരു പേജ് കിട്ടുന്നതാണ്. അവർ സ്കിപ്പ് കൊടുക്കുക. ഒക്കെ സ്കിപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നമ്പർ മാത്രം നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്പർ മാത്രം ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇവിടെ ടാപ്പ് ചെയ്താൽ തന്നെ കോപ്പി ആകുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ കോപ്പി എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ മിനിമൈസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ബ്രൗസറിലോട്ട് വീണ്ടും വരിക. അതായത് നമ്മുടെ ചേഞ്ച് നമ്പർ എന്ന അതിലോട്ട് വരിക. അതിനുശേഷം നമ്മുടെ നമ്പർ കോപ്പി ചെയ്ത നമ്പർ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുത്താൽ ശേഷം ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും യെസ് വെരിഫൈ ദിസ് നമ്പർ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യാം. വെരിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആ നമ്പറിലോട്ടൊരു OTP, അതായത് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത് സെക്കൻഡ് ലൈൻ നമ്പറിലോട്ടൊരു OTP സെൻഡ് ആകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അതിലോട്ടൊരു OTP വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ ആമസോണിൽ പോയി എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്പർ എൻ്റർ ചെയ്യുക, തെറ്റാതെ തന്നെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ യെല്ലോ ഐക്കൺ കാണാൻ സാധിക്കുന്നത് വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യണം. ആ പാസ്വേഡ് നമ്മൾ മറക്കാൻ പാടില്ല. ആ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് വീണ്ടും ഒന്നും കൂടി നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. അതായത് ഫസ്റ്റ് കൊടുത്ത പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് തവണ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഡൺ എന്ന ഓപ്ഷൻ അടിയിലായിട്ട് കാണാൻ സാധിച്ചു, ക്ലിക്ക് ചെയ്യാം. ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അക്കൗണ്ട് റെഡി ആകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹിസ്റ്ററി എടുത്തതിന് ശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ബ്രൗസർ ഡാറ്റ അത് കാണാൻ സാധിച്ചു, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആമസോൺ ടിക്ക് ബട്ടൺ കൊടുക്കണം. ടിക്ക് ബട്ടൺ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ സൈറ്റ് കിട്ടത്തില്ല. ക്ലിയർ ടിക്ക് ബട്ടൺ കൊടുത്തതിന് ശേഷം ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്ത ശേഷം ന്യൂ ടാബ് എടുക്കുക. ന്യൂ ടാബ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ amazon.com എന്ന് അടിച്ചു. അതിനുശേഷം ഇവിടെ സൈൻ അപ്പ് ഓപ്ഷൻ കാണാൻ സാധിച്ചു, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, അതായത് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഇന്ത്യൻ നമ്പർ കൊടുത്തില്ല, ആ ഇന്ത്യൻ നമ്പർ ഒന്നും കൂടി എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ പാസ്വേഡും ഒക്കെ അതുപോലെ തന്നെ കൊടുക്കുക. എല്ലാം അതുപോലെ തന്നെ കൊടുക്കുക. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത് പേര് കൊടുക്കുക. അത് ഫസ്റ്റ് രജിസ്റ്റർ കൊടുത്തപ്പോൾ ഇന്ത്യൻ നമ്പർ കൊടുക്കുക. വീണ്ടും നമ്മുടെ പേര്, ഇന്ത്യൻ നമ്പർ എല്ലാം ഒരുപോലെ തന്നെ കൊടുക്കുക. അതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റീചാർജ് ചെയ്യുക. വീണ്ടും നമ്മൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ നമ്പർ ചേഞ്ച് ചെയ്ത് US നമ്പർ കൊടുക്കുക. US നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ആയിട്ട് കൊടുത്താൽ വീണ്ടും നമ്മൾ അക്കൗണ്ട് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റും. ഇത്രയുള്ള വീഡിയോ ഇതിൽ വെച്ച്